ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിനാഞ്ചു. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ച് ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയപ്പോൾ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഈ ഓരോ ന്യൂ ഇയറും നമ്മുടെ ഓരോരോ പ്രതീക്ഷകളാണ്. കഴിഞ്ഞൊരു ന്യൂ ഇയറിലെത്തിയപ്പോഴും നമുക്ക് ആ ഒരു 2025 സത്യം പറഞ്ഞാൽ 2025 വന്നതും പോയതും എല്ലാം ഒരുപാട് ഫാസ്റ്റിലാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ വർഷം കടന്നു പോകുന്നത് ഒരുപാട് സമയമെടുത്തു. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല, നമ്മൾ വളർന്ന് വലിയ കുട്ടികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു വർഷങ്ങളൊന്നും അങ്ങനെ നിൽക്കുന്നില്ല. വർഷങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. 2025 വന്നതും പോയതും ഒന്നും നമ്മൾ അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ജാനുവരി എത്തി, ഈ വർഷം ജാനുവരിയിൽ എത്തി. ആ ഒരു ടൈം ഗ്യാപ്പ് പോലും നമ്മൾ അറിഞ്ഞില്ല. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ വർഷങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ടാകും. പക്ഷേ ആ ആഗ്രഹങ്ങൾ പലതും നടക്കാതായിരിക്കും നമ്മൾ 2026 കാലുകുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം 2026 നടത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. ആ ഒരു ആൾക്കാരിൽ പെടുന്ന ഒരാളാണ് ഞാനും. എനിക്ക് 2025 നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം 2026 എനിക്ക് നടത്തിയെടുക്കണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കണ്ടത് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വിഷൻ ബോർഡ് എന്നും കാണുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ നടക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും 2026 നടക്കുമെന്നാണ് ഒരു വിശ്വാസമല്ലെന്നുണ്ടെങ്കിൽ ഒരു പറയപ്പെടുന്നത്. അപ്പം ഞാനും എൻ്റെ ഒരു വിഷൻ ബോർഡ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു തെർമോക്കോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമോക്കോളല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റോ ചാർട്ടോ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ തെർമോക്കോൾ എടുത്തിട്ട് തെർമോക്കോളിന് കുറച്ച് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോർഡറെല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഓരോന്നും നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുടെ അനുസരിച്ച് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് വേണമല്ലോ. അപ്പം ഞാൻ ആ പിക്ചേഴ്സ് എല്ലാം പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ കയറിയിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വിഷൻ ബോർഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് മാത്രമല്ല വിഷൻ ബോർഡിൻ്റെ ഇപ്പം ഞാൻ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വിഷൻ ബോർഡിൻ്റെ ഫോർമാറ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പിൻട്രസ്റ്റിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഷൻ ബോർഡ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് കഴിയും. അപ്പം ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു 3 പേപ്പറിലായിട്ട് ആ ഒരു പിക്ചേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ എന്നിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനത് വേറൊരു കാർഡ്ബോർഡ് പീസിൽ ഒരു ഫ്രെയിമായിട്ട് ചെയ്ത് അത് എൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ എൻ്റെ കണ്ണിനുണ്ടാവുന്ന ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനങ്ങനെ കട്ട് ചെയ്ത് ഓരോ ഫ്രെയിം പോലെ ചെയ്ത് അത് ഞാൻ ഈ ഒരു തെർമോക്കോളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്ത് നമ്മൾ ചെയ്തതിന് ശേഷം ഇതൊരിക്കലും നമ്മൾ കാണാൻ പറ്റാത്തടത്തല്ല കൊണ്ടുപോകും. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കണ്ണ് പെടുന്നിടത്ത് വേണം ഈ വിഷൻ ബോർഡ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. നമ്മൾ ഈ വിഷൻ ബോർഡ് എന്ന് നമ്മൾ അത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളിത് നടക്കാൻ പോകുന്നു എന്ന രീതിയിലല്ല നമ്മളത് കാണുന്നത്. ഇതെല്ലാം നമ്മൾ നേടിയെടുത്തു, നമുക്കുണ്ട്, നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം വേണം, നമുക്കത് കിട്ടി എന്നുള്ള വിശ്വാസത്തോടെ വേണം നമ്മൾ ഈ വിഷൻ ബോർഡിൽ നോക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്, നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷൻ ബോർഡിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയുള്ളൂ. അപ്പം ഞാൻ ഇവിടെ എൻ്റെ വിഷൻ ബോർഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന കാര്യങ്ങളാണ് എനിക്ക് നേടിയെടുക്കേണ്ടത്, ഇന്ന സാധനങ്ങളാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഓരോ പിക്ചേഴ്സും എടുത്ത് ഇതിൽ വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പിക്ചർ വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പിക്ചർ മാത്രം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഹോമൊന്നും വേണമെന്നില്ല, ഒരു വീടിൻ്റെ പടം വെച്ചാലും മതി. നിങ്ങൾക്കിപ്പോൾ ട്രാവൽ ചെയ്യണമെന്നെങ്കിൽ ട്രാവൽ എന്ന് എഴുതണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു പിക്ചർ വെച്ചാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു സാധനമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും കാര്യം കാണിച്ചാൽ മതി. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അയാൾക്കത് കണ്ടാൽ മനസ്സിലാവരുത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പറഞ്ഞ് എൻ്റെ വിഷൻ ബോർഡ് ഏറെക്കുറെ ഇവിടെ ശരിയായിട്ടുണ്ട്. ഞാൻ ചെയ്ത ഫ്രെയിമല്ല, ആ ഒരു പിക്ചർ ഫ്രെയിമല്ല ഞാൻ ആ തെർമോക്കോൾ ബോർഡിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഞങ്ങളുടെ തന്നെ ബെഡ്റൂമിൻ്റെ വോളിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഈ വർഷം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വിഷൻ ബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞൊന്ന് കമൻറ്റും കൂടെ ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ. ബൈ.